ഹലോ മക്കളെ, സ്ഥിതിവിവര കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അൻഫസാറെത്തിയിട്ടുള്ളത്. 5 മാർക്കിന് 100-ൽ 100%, 100%, ഒരു സംശയം വേണ്ട, ഒരു തർക്കമില്ലാതെ, ഒരു കോംപ്രമൈസും ഇല്ലാതെ 5 മാർക്കിന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. ഇപ്പം തന്നെ പിൻ ചെയ്ത് വെച്ചോളൂ. വന്നിട്ടില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ തെറി വിളിച്ചോളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. മാർക്ക് കുട്ടികളുടെ എണ്ണം 5 മാർക്കിന് ചോദ്യമാണ്. അപ്പോൾ ഈ ബോക്സ് കണ്ടാൽ ഒരുപാട് ലൈവിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ ബോക്സ് കണ്ടാൽ ആദ്യം വേഗം ബോക്സ് റെഡിയാക്കി കൊടുക്കലാണ് ആദ്യത്തെ പരിപാടി. വേഗം എന്ത് ചെയ്യുക, ഇതാണ് വായിച്ചു കൊടുക്കുക. പരീക്ഷ പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വായിച്ചു കൊടുക്കിയത് ആൻസർ പേപ്പറിൽ നേരെ ചെയ്യും. ഓക്കെ, 10-ൽ മലയാളം മീഡിയക്കാണെങ്കിൽ 10-ൽ കുറവ്. ഓക്കെ, കുറവ്. ഇംഗ്ലീഷ് മീഡിയക്കാണെങ്കിൽ ബിലോ 10 എന്നെഴുതാം. ഒക്കെ അതേമാതിരി ഫുൾ എഴുതി പോലെ. എന്നിട്ടോ ഫ്രീക്വൻസി ടേബിളാണ്. കൂട്ടി എഴുതാം. 5-നോട് 7 കൂട്ടിയാൽ 12, 12-നോട് 10 കൂട്ടിയാൽ 22, 22-നോട് 8 കൂട്ടിയാൽ 30, 30-നോട് 5 കൂട്ടിയാൽ മനോഹരം 35. താഴെ 35 വന്നു. ചില മണ്ഡപന്മാർ എന്ത് ചെയ്യുന്നത്, താഴത്ത് 35 ഉണ്ടല്ലോ, നീ കൂട്ടി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. ചങ്ങായിമാരെ, ബി ക്വസ്റ്റ്യനും സി ക്വസ്റ്റ്യനും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കൂട്ടി കൊടുക്കാതെ എളുപ്പപ്പണിക്ക് നിൽക്കരുത്, കൂട്ടി തന്നെ ചെയ്യുക. ചില മക്കൾ ചെയ്യുന്നൊരു തെറ്റായൊരു പ്രവർത്തനമുണ്ട്. ഈ ബോക്സ് വരയ്ക്കും, എന്നിട്ട് മൂന്നാമത്തെ മറ്റൊരു ബോക്സും വരയ്ക്കും. അപ്പോഴും ബി ക്വസ്റ്റ്യനും സി ക്വസ്റ്റ്യനും തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഞാൻ റിസ്ക് എടുക്കാറില്ല, ഞാൻ അത്ര ഇൻ്റലിജൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഐഡിയക്ക് ചെയ്യുക, തെറ്റരുത് എന്നേ പറയാനുള്ളൂ. ഒരുപാട് കുട്ടികൾ അങ്ങനെ തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ ബോക്സിനേക്കാൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 2 ബോക്സേ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. തെറ്റിക്കരുത്. നിങ്ങൾ അത്ര ഇൻ്റലിജൻ്റ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഫസ്റ്റ് ബോക്സ് റെഡിയായി, 1 മാർക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി എ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, ഈ കുട്ടികളുടെ അവരുടെ മാർക്ക് കൂടി വരുന്ന കുറേ കേട്ടതാണല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്ന് വായിച്ചാലും നോക്കേണ്ട. എ ക്വസ്റ്റിൻ്റെ ഉത്തരം 35-ൻ്റെ നടു, 35-ന് 36, 36-ൻ്റെ പകുതി 18. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ പൊസിഷനാണ്, മീഡിയൻ്റെ സ്ഥാനമാണ് ചോദിക്കുക. മീഡിയൻ്റെ സ്ഥാനമാണ് നമ്മളോട് ചോദിക്കുക. ഓക്കെ, മീഡിയൻ്റെ പൊസിഷനാണ് നമ്മൾ എ ക്വസ്റ്റ്യൻ ചോദിക്കുക. കുറേ വാരി വലിച്ച് എഴുതുന്നൊക്കെ ഉള്ളൂ. പൊസിഷൻ കണ്ടോ, വേഗം ഇതിൻ്റെ പകുതി, ഇതിനെ നടു എടുക്കുക. 35-ൻ്റെ നടു ആരാണ്? 30 നടു ഒന്ന് കൂട്ടടാ, 16, 16-ൻ്റെ നടു 18. ഈസി ആയിട്ട് കിട്ടി. ബി ക്വസ്റ്റ്യൻ അസ്യൂം ചെയ്യാനായിരിക്കും. യെസ്, 13th ക്വസ്റ്റ്യൻ അസ്യൂം ചെയ്യാം. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ബി ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യണത്. ചിലപ്പോൾ ബി ചോദ്യം ചോദിക്കില്ല, ഡയറക്റ്റ് ബി ചോദ്യം ഇതിലാണ് ചോദിക്കും. എന്ത്? ഫൈൻഡ് മീഡിയൻ, മധ്യമ മാർക്ക് കണ്ടുപിടിക്കുക. ബി ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും സി കാണാൻ ബി വേണം. വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും പറഞ്ഞ് മടുത്താണ്, സൗണ്ട് വരെ പോയി പറഞ്ഞ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ 30th ചോദിച്ചോണ്ട് 30th ചോദ്യത്തിനെ കാണാം. അതിന് ചെയ്യേണ്ട കാര്യം, ഈ ബോക്സ് കിട്ടിയാൽ നിങ്ങളുടെ അടുത്ത പരിപാടി എന്താണ്? എപ്പോഴും നമ്മൾ പറയുന്നതാണ്, ബോക്സ് കിട്ടിയാൽ നിങ്ങളുടെ അടുത്ത പരിപാടി ഈ 18 ഈ ബോക്സിൽ എവിടെയാണ് വരുന്നത് നോക്കുക. 18 ഈ ബോക്സിൽ എവിടെയാണ്? 12-നും 22-ൻ്റെ ഇടയിലാണ്. ഇതാണ് മാർക്ക് ചെയ്യുക. എന്നിട്ടോ ഡിഫറൻസ് 20, 30 നമ്മൾ ഡിഫറൻസ് 10, 12, 22 നമ്മൾ ഡിഫറൻസ് 10. നേരെ D/2 കണ്ടുപിടിക്കുക അല്ലേ? ഡി. ഓക്കെ, എ ക്വസ്റ്റ്യൻ ഇവിടെ 18 കിട്ടിയേ. ബി ക്വസ്റ്റ്യൻ ഡി എത്രയാണ്? ഡി എത്ര വന്നു? വ്യത്യാസം 20, 30 നമ്മൾ വ്യത്യാസം 10. അടുത്ത് 12, 22 നമ്മൾ വ്യത്യാസം അതും 10. അപ്പോൾ D = 1 എന്ന് വന്നു. അപ്പോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10/10 = 1 എന്ന് കിട്ടി. ഓക്കെ, മറന്നു പോരുത്. ഡി എന്ന് പറഞ്ഞേ ഉള്ളൂ. ഡിഫറൻസ് മറന്നു പോരുത്. ഓക്കെ, ഉടനെ D/2 കൂടി കണ്ടുപിടിക്കുക. D/2 1-ൻ്റെ പകുതി എത്രയാണ്? ഹാഫ്, അല്ലെങ്കിൽ 0.5 എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഡെസിമലോ ഫ്രാക്ഷനോ യുവർ ചോയ്സ്. ഓക്കെ, 1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്? 13ാമത്തെ കുട്ടിയുടെ മാർക്കാണ് ചോദിച്ചത്. 13ാമത്തെ കുട്ടിയുടെ മാർക്ക് ചോദിച്ചിട്ടില്ലെങ്കിലോ, ബി ക്വസ്റ്റ്യൻ 13 ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ? ബോക്സ് വരച്ചാൽ തൊട്ടടുത്തുള്ള ആളായിരിക്കും. എത്രത്തോളം ക്വസ്റ്റ്യൻ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾ സ്റ്റാറ്റ്യൂമായിട്ട് അടുത്തിട്ടുണ്ടാവും, 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് വരച്ചാൽ അസ്യൂം ചെയ്യാനുള്ള ആൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ആളാണെന്ന് ഉറപ്പിക്കുക. അത്രേ ഉള്ളൂ പണി. 13. അപ്പോൾ x13 = x 12-നോട് D/2 ആഡ് ചെയ്യുക. ഡി അല്ല, D/2. ഇയാളോട് D/2 ആഡ്. 12 നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 20 ആണ്. 20-നോട് എത്രയാണ്? അര മണം കൊടുക്കാം, അല്ലെങ്കിൽ 0.5 കൊടുക്കാം. നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ 20 അല്ലെങ്കിൽ 20.5, 20.5. ഡെസിമലോ ഫ്രാക്ഷനോ അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, മാർക്ക് പോകില്ല. സി ക്വസ്റ്റ്യൻ മീഡിയൻ. ഫൈൻഡ് മീഡിയൻ, മധ്യമ മാർക്ക് കണ്ടുപിടിക്കുക. മീഡിയൻ കണ്ടുപിടിക്കാനാണ് സി ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മീഡിയം കാണാം. എ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 18. എ ആണ് മീഡിയം. അപ്പോൾ x18 =
അസ്യൂം ചെയ്ത ആരെയാണ് X13 ആണ്. X13 പ്ലസ് എത്ര D കൂട്ടിയാലും 18 5D ആണ്. ചില മണ്ഡപന്മാർ D/2 എഴുതും, തെറ്റിക്കരുത്. ഇനി ഇവിടെ D എഴുതിയാലും ചില ആൾക്കാർ പോയിട്ട് ഇതാണ് എടുക്കും. ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കണം. X13 നമുക്ക് കിട്ടിക്കഴിഞ്ഞു 20 അല്ലെങ്കിൽ 20.5 പ്ലസ് 5 ഇൻറ്റു D എത്രയാണ്? 1. ഓക്കെ, അപ്പോൾ 20 പ്ലസ് 5 ഇൻറ്റു 1 5, ഉത്തരം 25 അല്ലെങ്കിൽ 25.5. നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം. 5 മാർക്കിന് 100%, അതിൽ ഒരു തർക്കമില്ല. 100% ഷ്യൂർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഒരു തർക്കമില്ല, ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 5 മാർക്കിലെ ചോദ്യം പരിചയപ്പെട്ടു. ഇപ്പം മാരത്തോണായിട്ട് നമ്മൾ ഏകദേശം ഒരു 10-20ഓളം ഷുവർ ഷോർട്ട് ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരാനുണ്ട് ഒരുപാട് സാധനങ്ങൾ. അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണണമെന്ന് പറയുന്നു. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ വീണ്ടും യൂട്യൂബിൽ പോയിട്ട് റാൻസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മുടെ സാധനങ്ങൾ ഉണ്ടായിരിക്കും, കാണുക. മാക്സിമം നിങ്ങൾ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എല്ലായിടത്തും എത്തട്ടാ, നിങ്ങൾക്ക് മാത്രം പോരെ A+, എല്ലാവർക്കും എത്തണം. ഓക്കെ, അപ്പം എക്സാം ഉഷാറാക്കി എഴുതാനാണ് ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് ഈ നോമ്പ് കാലത്തും ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസുമായി നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനുമായി കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടെ ഇവിടെ വാങ്ങുന്നു. താങ്ക് യു സോ മച്ച്.